നമസ്കാരം. പ്രധാന വാർത്തകൾ. തൂതപ്പൂരത്തിന് കുടുംബത്തോടൊപ്പം കച്ചവടത്തിനെത്തിയ പെൺകുട്ടി പുഴയിൽ മുങ്ങി മരിച്ചു. പഴനി സ്വദേശികളുടെ 12 വയസ്സുകാരിയാണ് മരിച്ചത്. വർണ്ണക്കാഴ്ചകളൊരുക്കി തൂതപ്പൂരത്തിന് A-B വിഭാഗങ്ങളുടെ ആനച്ചമയ പ്രദർശനം. മുളയങ്കാവിലും തൂതയിലും കാളവേല ആഘോഷിച്ചു. ചൊവ്വാഴ്ച പൂരാഘോഷം. വൻതുക വാടക കുടിശ്ശിക വരുത്തിയവർക്കെതിരെ മണ്ണാർക്കാട് നഗരസഭ ജപ്തി നടപടി സ്വീകരിക്കും. 20 ലക്ഷത്തിന് മുകളിൽ കുടിശ്ശികയുള്ളവർക്കെതിരെ ആദ്യം നടപടിയെടുക്കാൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. ക്രിസ്തീയ സംസ്കാരം സ്നേഹവും സഹോദര്യവുമാണെന്ന് പാലക്കാട് രൂപതാ അധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ. തൂതയിൽ 1000 പേരെ പങ്കെടുപ്പിച്ച് മെഗാ വ്യായാമ സംഗമം ഡോക്ടർ പി സലാഹുദ്ദീൻ നേതൃത്വം നൽകി. വിശദമായ വാർത്തകളിലേക്ക്. തൂതപ്പൂരത്തിന് കച്ചവടത്തിനെത്തിയ പെൺകുട്ടി തൂതപ്പുഴയിൽ മുങ്ങി മരിച്ചു. പഴനി സ്വദേശികളുടെ മകളായ 12 വയസ്സുള്ള സജ്ജനയാണ് പുഴയിൽ മുങ്ങി മരിച്ചത്. കുട്ടി പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. തൂതപ്പാലത്തിന് സമീപമായിരുന്നു അപകടം. നാട്ടുകാർ കുട്ടിയെ പുറത്തെടുത്ത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൂതപ്പൂരാഘോഷത്തിന്റെ ഭാഗമായി വർണ്ണക്കാഴ്ചയൊരുക്കി A-B വിഭാഗങ്ങളുടെ ആനച്ചമയ പ്രദർശനം. A വിഭാഗത്തിന്റെ പ്രദർശനം കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി ക്ഷേത്രം ഓഡിറ്റോറിയത്തിലും B വിഭാഗത്തിന്റെ പ്രദർശനം തൂത സർഗ ഓഡിറ്റോറിയത്തിലുമാണ് ഒരുക്കിയിട്ടുള്ളത്. തൂത ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിനു മുന്നോടിയായുള്ള ആനച്ചമയ പ്രദർശനം ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തുന്നത്. തൂത പൂരാഘോഷത്തിന്റെ ഭാഗമായി 2018 ആരംഭിച്ചതാണ് ആനച്ചമയ പ്രദർശനം. പൂരാഘോഷം പോലെ തന്നെ ആനച്ചമയ പ്രദർശനത്തിനും ഇരുവിഭാഗങ്ങളും വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. A വിഭാഗത്തിന്റെ പ്രദർശനം കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി ക്ഷേത്രം ഓഡിറ്റോറിയത്തിലാണ് ഒരുക്കിയിട്ടുള്ളത്. തൃശൂർ പൂരത്തിന് പാറേമക്കാവ് ദേവസ്വം ഒരുക്കിയ ചമയങ്ങളാണ് ഇത്തവണ A വിഭാഗം തൂതപൂരത്തിനായി എത്തിച്ചിട്ടുള്ളത്. തൂത ഭഗവതി ക്ഷേത്രത്തിനോട് ചേർന്നുള്ള സർഗ ഓഡിറ്റോറിയത്തിലാണ് B വിഭാഗം ചമയപ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. തിരുവമ്പാടി ദേവസ്വത്തിന്റെ കുടകളും ഗുരുവായൂർ ശ്രീപാദം ഒരുക്കുന്ന ചമയങ്ങളുമാണ് B വിഭാഗത്തിന് മാറ്റേകുന്നത്. നിരവധി പേരാണ് ഇരുവിഭാഗങ്ങളുടെയും ആനച്ചമയ പ്രദർശനം കാണാൻ എത്തുന്നത്. മണ്ണാർക്കാട് നഗരസഭയിൽ വൻതുക കുടിശ്ശികയുള്ളവർക്കെതിരെ ജപ്തി നടപടി സ്വീകരിക്കാൻ നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചു. ആദ്യഘട്ടമായി 20 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള 3 പേർക്കെതിരെയാണ് നടപടി. 2,05,32,000 രൂപ കുടിശ്ശികയുള്ള മാനസ കെട്ടിടം ഉടമ അബ്ദുൾ റഹീം, 1,49,94,000 രൂപ കുടിശ്ശികയുള്ള കുടു അബ്ബാസ് ഹാജി, 20,18,000 രൂപ കുടിശ്ശികയുള്ള മംഗല്യ ജ്വല്ലറി ഉടമ TK ഗംഗാധരൻ എന്നിവർക്ക് ജപ്തി നോട്ടീസ് നൽകി തുടർ നടപടി സ്വീകരിക്കാൻ കൗൺസിൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. കുടിശ്ശിക അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് പലതവണ ഇവരെ വിളിപ്പിച്ചിരുന്നെങ്കിലും സഹകരിച്ചില്ലെന്ന് നഗരസഭാ അധ്യക്ഷൻ C. മുഹമ്മദ് ബഷീർ കൗൺസിൽ യോഗത്തിൽ അറിയിച്ചു. കുടിശ്ശികയുള്ള എല്ലാ കെട്ടിട ഉടമകൾക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്ന് CPM കൗൺസിലർ K. മൻസൂർ ആവശ്യപ്പെട്ടു. നിലവിൽ അജണ്ടയിൽ വന്ന ഉടമകൾക്കെതിരെ നടപടിയുമായി മുന്നോട്ടു പോകട്ടെ എന്ന് അധ്യക്ഷൻ ബഷീർ പറഞ്ഞു. വൻ കുടിശ്ശിക വരുത്തിയവർക്കെതിരെയാണ് ആദ്യഘട്ടത്തിൽ ജപ്തി നടപടിയുമായി മുന്നോട്ടു പോകുന്നതെന്ന് സെക്രട്ടറി M. സതീഷ് കുമാർ പറഞ്ഞു. നിലവിൽ നഗരസഭയിൽ വസ്തുനികുതി കുടിശ്ശിക ഭീമമായ തുക അടയ്ക്കാനുള്ള 3 സ്ഥാപനങ്ങളെ ഈ കൗൺസിൽ തീരുമാനപ്രകാരം നമ്മൾ ജപ്തി നോട്ടീസ് കൊടുത്ത് തുടർന്ന് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കൂടെ തന്നെ ഇത് ആദ്യത്തെ 3 കെട്ടിടമായിരിക്കും. ബാക്കി എല്ലാ ഇതുപോലെ നഗരസഭയ്ക്ക് പൈസ അടയ്ക്കാനുള്ള എല്ലാ കെട്ടിടങ്ങളും നോട്ടീസ് കൊടുത്ത് തുടർന്ന് സ്വീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സ്നേഹവും സാഹോദര്യവുമാണ് ക്രിസ്തീയ സംസ്കാരമെന്നും അതിൽ നിന്ന് വ്യതിചലിക്കുന്നത് ക്രിസ്തീയ സംസ്കാരത്തിന് വിരുദ്ധമാണെന്നും പാലക്കാട് രൂപതാധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു. മണ്ണാർക്കാട് ഹോളി സ്പിരിറ്റ് ഫെറോന ദേവാലയത്തിന്റെ സുവർണ്ണ ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡയറക്ടറി പ്രകാശനം BK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു.
മണ്ണാർക്കാട്ടെ ക്രിസ്തീയ സമൂഹം ക്രിസ്തീയ സംസ്കാരമുള്ളവരാണ്. ക്രിസ്ത്യാനികൾ ഇന്ത്യയുടെ സന്തതികളാണ്. പുറമേ നിന്ന് ഇറക്കുമതി ചെയ്തവരല്ല. യേശുവിന്റെ ശിഷ്യൻ മാർത്തോമാ ശ്ലീഹ കേരളത്തിലെത്തിയ കാലം മുതൽ രാജ്യത്ത് ക്രിസ്ത്യാനികളുണ്ട്. ചില രാജ്യങ്ങൾ ക്രിസ്തു രാജ്യങ്ങൾ എന്ന് അറിയപ്പെടുന്നതിനു മുൻപ് തന്നെ ഭാരതത്തിൽ ക്രിസ്ത്യാനികളുണ്ടെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ബിഷപ്പ് പറഞ്ഞു. ക്രിസ്ത്യാനികൾ, കത്തോലിക്കര് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സന്തതികളാണ്. പുറമേ നിന്ന് പൊട്ടിമുളച്ച് അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്നിട്ടവരല്ല. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ മാർത്തോമാ ശ്ലീഹ നമ്മുടെ ഈ ഇന്ത്യയിൽ, നമ്മുടെ ഈ കേരളത്തിൽ വന്ന ആദ്യത്തെ നൂറ്റാണ്ടിൽ തന്നെ AD 52 ആ നൂറ്റാണ്ടിൽ തന്നെ വന്ന് ഇവിടെ ശരിയായ പ്രബോധനം നടത്തി സത്യവിശ്വാസത്തിലേക്ക് കുറച്ചു പേരെ കൊണ്ടുവന്നു. അവർ പുറമേ നിന്ന് വന്നവരല്ല, നാട്ടിലുള്ളവരാണ്. ആദ്യ നൂറ്റാണ്ടിൽ ഇന്ന് അറിയപ്പെടുന്ന ക്രിസ്ത്യൻ രാജ്യങ്ങളെന്ന് അറിയപ്പെടുന്ന വിദേശ രാജ്യങ്ങൾ, അങ്ങനെ ക്രിസ്ത്യൻ രാജ്യങ്ങൾ എന്ന് അറിയപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ ഭാരതത്തിൽ, നമ്മുടെ നാട്ടിൽ കത്തോലിക്ക സമുദായ അംഗങ്ങളുണ്ടായിരുന്നു. ഇടവക വികാരി ഫാദർ രാജു പുളിക്കാത്താഴം അധ്യക്ഷത വഹിച്ചു. സുവർണ ജൂബിലി സുവനീർ പ്രകാശനം VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. ദേവാലയത്തിന്റെ ചുറ്റും അല്ലെങ്കിൽ ഒപ്പം ഒരു ഡസനിലധികം ദേവാലയങ്ങളുണ്ട് അല്ലേ. ഇവിടെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അനുഭവം എന്താണ്? മറ്റെല്ലാം മാറ്റിവെച്ച് എല്ലാം നമ്മൾ മറന്നു. ദൈവത്തിലേക്കുള്ള വഴി അത് സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വഴിയാണെന്ന് യേശുദേവൻ നമുക്ക് നൽകിയ നല്ല സന്ദേശങ്ങൾ. ആ സന്ദേശങ്ങൾ പറയുകയും പ്രസംഗിക്കുകയും മാത്രമല്ല, ജീവിതത്തിൽ അത് നടപ്പിലാക്കുന്ന വൈദിക സമൂഹത്തിനെയാണ് ഞാൻ പാലക്കാട് കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് സിസ്റ്റർമാർ, അവരുടെ എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട്. അവിടേക്ക് പോകുമ്പോൾ എന്തറിയോ, അവരുടെ നന്മയും അവരുടെ സൽക്കർമ്മങ്ങളും കണ്ട് സത്യത്തിൽ നമുക്ക് അവിടെ നിന്ന് പോരാതെന്ന് തോന്നില്ല. സഭാ ഡയറക്ടറെ മണ്ണാർക്കാട് നഗരസഭ അധ്യക്ഷൻ C. മുഹമ്മദ് ബഷീർ പ്രകാശനം ചെയ്തു. ജനറൽ സുപ്പീരിയർ സിസ്റ്റർ ടെസ്സി, നഗരസഭാ കൗൺസിലർമാരായ TR സെബാസ്റ്റ്യൻ, മാസിദ സത്താർ, കത്തോലിക്ക കോൺഗ്രസ് പാലക്കാട് രൂപത പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബോബി സെബാസ്റ്റ്യൻ, സുവർണ ജൂബിലി കമ്മിറ്റി കൺവീനർ ജോസ് വാഗശ്ശേരി, കൈക്കാരൻ ജോൺ ജേക്കബ് ഇരട്ടേപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. കുടുംബജീവിതത്തിൽ ജൂബിലി ആഘോഷിക്കുന്നവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് പള്ളി അങ്കണത്തിൽ തച്ചൻ നാടകവും അരങ്ങേറി. 1000 പേരെ പങ്കെടുപ്പിച്ച് തൂതയിൽ മെക്സവൻ മെഗാ വ്യായാമ സംഗമം സംഘടിപ്പിച്ചു. മെക്സവൻ സ്ഥാപകനും ക്യാപ്റ്റനുമായ ഡോക്ടർ P. സലാഹുദ്ദീൻ വ്യായാമ പരിശീലനത്തിന് നേതൃത്വം നൽകി. പ്രഭാത വ്യായാമ കൂട്ടായ്മയായ മെക്സവൻ തൂതാശാഖയുടെ 100ാം ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് മെഗാ വ്യായാമ സംഗമം സംഘടിപ്പിച്ചത്. തൂത ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലാണ് ഈ മേഖലാതല മെക്സവൻ മെഗാ വ്യായാമ സംഗമം നടന്നത്. 535 പുരുഷന്മാരും 470 സ്ത്രീകളും ഉൾപ്പെടെ 1000-ലധികം ആളുകൾ പങ്കെടുത്തു. പെരിന്തൽമണ്ണ, അമ്മനിക്കാട്, താഴേക്കോട്, കാപ്പുപറമ്പ്, പൂവത്താണി, അരക്കുപറമ്പ്, മുതിരമണ്ണ, പാറൽ, മണലായ, എളാട്, കുന്നക്കാവ്, തൂത എന്നീ സെന്ററുകളിൽ നിന്നുള്ള അംഗങ്ങളാണ് സംഗമത്തിൽ പങ്കെടുത്തത്. മെക്സവൻ സ്ഥാപകനും ക്യാപ്റ്റനുമായ ഡോക്ടർ P. സലാഹുദ്ദീൻ വ്യായാമത്തിന് നേതൃത്വം നൽകി. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ സംഗമം ഉദ്ഘാടനം ചെയ്തു. തൂത ശാഖാ ചെയർമാൻ NP ബഷീർ അധ്യക്ഷത വഹിച്ചു. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ജസ്റ്റിസ് മജീദ് കൊല്ലത്ത് ഉപഹാര സമർപ്പണം നിർവഹിച്ചു. പെരിന്തൽമണ്ണ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ K. രാമകൃഷ്ണൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ CH ഹംസക്കുട്ടി, MP മജീദ് മുഹമ്മദ് ഷാ, മെക്സവൻ വൈസ് ക്യാപ്റ്റൻ UK മുഹമ്മദ് ഷാ, ജമാൽ പരവയ്ക്കൽ, ജിതേഷ്, CH ഹംസക്കുട്ടി, അഡ്വക്കേറ്റ് S. അബ്ദുൽ സലാം, CH ഹംസക്കുട്ടി ഹാജി, ഡോക്ടർ നിലാർ മുഹമ്മദ്, ഷംസു മണലായ, ഉണ്ണീൻ പൊന്നേത്ത്, ഇസ്മായിൽ മാസ്റ്റർ, PP മുഹമ്മദ് അലി മാസ്റ്റർ, സക്കീർ ഹുസൈൻ പാറൽ, മജീദ് വാഴയങ്ങൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. പ്രസിദ്ധമായ തിരുവില്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലി വർണ്ണാഭമായി. പേരുകേട്ട ഗജനിരയും വാദ്യമേളങ്ങളും വെടിക്കെട്ടും ഉത്സവപ്രേമികളുടെ മനം നിറച്ചു. ഉച്ചയോടെ പാമ്പാടി, പടിഞ്ഞാറ്റുമുറി, കിഴക്കുമുറി ദേശങ്ങളുടെ എഴുന്നള്ളിപ്പുകൾ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ തുടങ്ങി.
പാമ്പാടിയിൽ തിരുവമ്പാടി ചന്ദ്രശേഖരനും പടിഞ്ഞാറ്റുമുറിയിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും കിഴക്കുമുറിയിൽ പുതുപ്പള്ളി കേശവനും തിടമ്പേറ്റി. എഴുന്നള്ളിപ്പുകൾ താലപ്പൊലിപ്പാറയിൽ എത്തിയതോടെ കൂട്ടിയെഴുന്നള്ളിപ്പും കുടമാറ്റവും തുടങ്ങി. പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെയായിരുന്നു എഴുന്നള്ളിപ്പ്. മേളത്തിനു ശേഷം എഴുന്നള്ളിപ്പുകൾ കാവിറങ്ങി. തുടർന്ന് വെടിക്കെട്ടും നടന്നു. പൂതൻ തിറകളും നാടൻ കലാരൂപങ്ങളും ഉത്സവച്ചന്തം തീർത്തു. മണ്ണാർക്കാട് ഹോളി സ്പിരിറ്റ് ഫെറോന ദേവാലയത്തിൽ വർണ്ണാഭമായ ചടങ്ങുകളോടെ സുവർണ ജൂബിലി ആഘോഷിച്ചു. ഒരു വർഷം നീണ്ടുനിന്ന ആഘോഷ പരിപാടികൾക്കാണ് സമാപനമായത്. മണ്ണാർക്കാട്ടെയും പരിസരത്തെയും വിശ്വാസികൾക്ക് ആശ്രയവും ആശ്വാസവുമായ ദേവാലയമാണ് ഹോളി സ്പിരിറ്റ് ഫെറോന ദേവാലയം. വിപുലമായ പരിപാടികളാണ് സുവർണ ജൂബിലിയുടെ ഭാഗമായി ഒരുക്കിയിരുന്നത്. മുതിർന്ന പൗരന്മാർ മുതൽ പുതിയ തലമുറകളിൽപ്പെട്ടവരുടെ വരെ സംഗമങ്ങൾ ഒരുക്കി. സുവർണ ജൂബിലി സമാപനത്തിനെത്തിയ സീറോ മലബാർ സഭ പാലക്കാട് രൂപതാമെത്രാൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കലിന് പള്ളി അങ്കണത്തിൽ ഇടവക വികാരിയും പള്ളി ഭാരവാഹികളും ചേർന്ന് പള്ളിയിലേക്ക് ആനയിച്ചു. തുടർന്ന് നടന്ന പരിശുദ്ധമായ ദിവ്യബലിക്ക് പിതാവ് നേതൃത്വം നൽകി. മണ്ണാർക്കാടേക്കുള്ള ക്രിസ്ത്യൻ കുടിയേറ്റത്തിന് 1 നൂറ്റാണ്ടോളം പഴക്കമുണ്ട്. തെക്കൻ കേരളത്തിൽ നിന്ന് ക്രിസ്ത്യൻ ജനതയുടെ വലിയ തോതിലുള്ള കുടിയേറ്റമാണ് മണ്ണാർക്കാടേക്കുണ്ടായത്. ഈ കാലഘട്ടത്തിൽ കുടിയേറ്റക്കാർക്ക് സ്വന്തം വീട്ടിൽ അജപാലനം ലഭിച്ചിരുന്നില്ല. സീറോ മലബാർ സഭയുടെ വിശ്വാസികൾ അക്കാലത്ത് ലത്തീൻ രൂപതയിലെ പള്ളികളെയാണ് ആശ്രയിച്ചിരുന്നത്. മണ്ണാർക്കാട് ലത്തീൻ രൂപതയുടെ കീഴിൽ നെല്ലിപ്പുഴയിലുള്ള സെന്റ് ജെയിംസ് പള്ളി വെഞ്ചരിച്ചതോടെ മണ്ണാർക്കാട്ടെ സീറോ മലബാർ സഭാ വിശ്വാസികൾ അവരുടെ ആധ്യാത്മിക ആവശ്യങ്ങൾക്കായി ഈ പള്ളിയെ ആശ്രയിച്ചു തുടങ്ങി. തലശ്ശേരി രൂപത നിലവിൽ വന്നതോടുകൂടി കാഞ്ഞിരപ്പുഴയിലും പാലക്കയത്തും സീറോ മലബാർ സഭയുടെ കീഴിൽ പള്ളികൾ നിർമ്മിച്ചു. 1974 പാലക്കാട് രൂപതയുടെ ആവിർഭാവത്തിനു ശേഷം മണ്ണാർക്കാട് പ്രദേശത്തെ പെരുമ്പിടാരിയിലെ ഡൊമിനിക്കൻ സിസ്റ്റേഴ്സ് സ്ഥലം വാങ്ങി മഠം സ്ഥാപിച്ചു. മണ്ണാർക്കാട് ഒരു പള്ളി വേണമെന്ന പ്രദേശവാസികളുടെ അഭ്യർത്ഥന മാനിച്ച് അഭിവന്യ മാർ ജോസഫ് ഇരുമ്പൻ പിതാവ് സെബാസ്റ്റ്യൻ ഇരുമ്പൻ അച്ഛനെ മണ്ണാർക്കാട് ഇടവകയുടെ വികാരിയായി നിയമിച്ചു. ഡൊമിനിക്കൻ സിസ്റ്റേഴ്സിന്റെ മഠം കപ്പേളയിൽ 1975 ജൂൺ 17 ആദ്യ ദിവ്യബലി അർപ്പിച്ചു. ഡൊമിനിക്കൻ സിസ്റ്റേഴ്സും KJ ചെറിയാൻകരിപ്പാപ്പറമ്പിലും 1/2 ഏക്കർ സ്ഥലം വീതം പള്ളിയും ഇടവക സംവിധാനങ്ങളും രൂപീകരിക്കുന്നതിന് ദാനം നൽകി. സെബാസ്റ്റ്യൻ ഇരുമ്പൻ അച്ഛന്റെ അശ്രാന്ത പരിശ്രമവും സിസ്റ്റേഴ്സിന്റെയും ഇടവക അംഗങ്ങളുടെയും നിസ്സീമമായ സഹകരണം കൊണ്ട് 1977 തന്നെ പള്ളി പണി പൂർത്തിയാക്കി. 1978 ജനുവരി 17 അഭിവന്യ മാർ ജോസഫ് ഇരുമ്പൻ പിതാവ് പള്ളി കൂദാശ ചെയ്തു. പള്ളി 50 വർഷം പൂർത്തിയാക്കിയതിന്റെ നിറവിലാണ് വിശ്വാസികൾ. ആഘോഷമായ ദിവ്യബലിക്ക് ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ദിവ്യബലിക്ക് ശേഷം സുവർണ ജൂബിലിയോടനുബന്ധിച്ച് പള്ളി നിർമ്മിച്ചു നൽകുന്ന നിർധനരായ 3 കുടുംബങ്ങൾക്കുള്ള വീടുകളുടെ തറക്കല്ലിന്റെ കൂദാശകർമ്മം പിതാവ് നിർവഹിച്ചു. പെരിന്തൽമണ്ണ ഒടമല മഖാമിലെ നേർച്ച സമാപന പരിപാടികൾ മെയ് 16, 17, 18 തീയതികളിൽ നടക്കും. 18 രാവിലെ മൗലീദ് പാരായണത്തിന് ശേഷം ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടെ നേർച്ച സമാപിക്കും. മലബാറിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമാണ് ഒടമല മഖാം. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് ഫരീദ് ഔലിയയുടെ സ്മരണയ്ക്കായി എല്ലാ വർഷവും 4 മാസം നീണ്ടു നിൽക്കുന്ന നേർച്ച പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഈ വർഷത്തെ ആണ്ട് നേർച്ച ജനുവരി 14 സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ കൊടിയേറ്റിയതോടെയാണ് തുടക്കമായത്. മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ നിന്നും മഹല്ല്, ജമാഅത്ത്, മദ്രസ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പെട്ടിവരവ് നേർച്ചയുടെ പ്രധാന പരിപാടിയാണ്. ആത്മീയ പ്രഭാഷണ സദസ്സുകളും സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ആണ്ട് നേർച്ചയുടെ സമാപന പരിപാടികൾ മെയ് 16 മുതൽ 18 വരെ മഖാം സിയാറത്ത്, മതപ്രഭാഷണം, നൂറെ ബയാൻ, ആത്മീയ മജ്ലിസ്, സ്നേഹസംഗമം, മൗലിദ് പാരായണം, അന്നദാനം തുടങ്ങിയ വിവിധ പരിപാടികളോടെ നടക്കും. മെയ് 16 രാത്രി 7 മണിക്ക് നടക്കുന്ന മതപ്രഭാഷണ സദസ്സ് പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ജലീൽ റഹ്മാനി വാണിയന്നൂർ മുഖ്യപ്രഭാഷണം നടത്തും. 17 വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന സ്നേഹസംഗമം നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്യും. വിവിധ മതനേതാക്കൾ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കും. രാത്രി 7 മണിക്ക് നടക്കുന്ന റൂഹെ ബയാൻ ആത്മീയ മജ്ലിസ് സമസ്ത കേന്ദ്ര മുശവറാംഗം ഹൈദർ ഫൈസി പനങ്ങാങ്ങര ഉദ്ഘാടനം ചെയ്യും. ദിക്ർ മജ്ലിസിന് അൽ ഹാഫിൽ കുമ്മനം നിസാമുദ്ദീൻ അസരി നേതൃത്വം നൽകും. 18 രാവിലെ 9 മണിക്ക് മഖാം സിയാറത്തിനും മൗലീദ് പാരായണത്തിനും ഏലംകുളം ബാപ്പു മുസ്ലിയാർ നേതൃത്വം നൽകും. ഉടമല മുദ്രീസ് ഷെരീഫ് ഫൈസി കാരക്കാട് അധ്യക്ഷത വഹിക്കും. തുടർന്ന് 10:30 ജാതി മതഭേദമന്യേ ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടെ ഈ വർഷത്തെ നേർച്ചയ്ക്ക് സമാപനമാകും.
തൂതപ്പൂരം ആഘോഷിക്കുമ്പോൾ വീണ്ടും വൈറലായി പോലീസുകാരൻ്റെ റീൽസ്. ചെറുപ്പശ്ശേരി സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ സുരേഷ് കയ്യളയാണ് ഇത്തവണയും പൂരപ്രേമികൾക്കായി സ്വന്തം വരികൾ ഉപയോഗിച്ച് റീൽസ് ഇറക്കിയത്. ഇതിനകം തന്നെ 1 ലക്ഷത്തോളം പേർ ഈ റീൽസ് കണ്ടുകഴിഞ്ഞു. തൂതപ്പുഴയൊഴുകുന്ന നാട്ടിൽ തൂതപ്പൂരം വരവായി കേട്ടോ, കൊമ്പനാന തിടം പറ്റി വന്നേ, മാരിവില്ലിൻ കൂടെ എന്തി നിന്നേ. തൂതപ്പുഴയൊഴുകുന്ന നാട്ടിൽ തൂതപ്പൂരം വരവായി കേട്ടോ, കൊമ്പനാന തിടം പറ്റി വന്നേ, മാരിവില്ലിൻ കൂടെ എന്തി നിന്നേ. ആർപ്പു വിളിച്ചെത്തിയിട്ട് കാളച്ചന്തം നിരക്കണ കൊട്ടുമേളം തിമർക്കണ തൂതപ്പൂരം. ആർപ്പു വിളിച്ചെത്തിയിട്ട് കാളച്ചന്തം നിരക്കണ കൊട്ടുമേളം തിമർക്കണ തൂതപ്പൂരം. തൂതപ്പൂരം കണ്ടോടാ നമ്മുടെ പൂരം കണ്ടോടാ, തൂതപ്പൂരം കണ്ടോടാ നമ്മുടെ പൂരം കണ്ടോടാ, തൂതപ്പൂരം കണ്ടോടാ നമ്മുടെ പൂരം കണ്ടോടാ, തൂതപ്പൂരം കണ്ടോടാ നമ്മുടെ പൂരം കണ്ടോടാ. തൂതപ്പൂരത്തിന്റെ ആവേശം അലയടിക്കുമ്പോൾ അതിനൊപ്പം തരംഗമാവുകയാണ് പോലീസുകാരന്റെ റീൽസും. ചെറുപ്പശ്ശേരി സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ സുരേഷ് കയ്യളയാണ് ഇത്തവണയും പൂരപ്രേമികളെ ഹരം കൊള്ളിക്കുന്ന വരികളുമായി റീൽസ് ഇറക്കിയത്. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച റീൽസ് ഇതിനകം തന്നെ 1 ലക്ഷത്തോളം പേർ കണ്ടുകഴിഞ്ഞു. കഴിഞ്ഞ തൂതപ്പൂരത്തിനും സുരേഷ് കയ്യള തയ്യാറാക്കിയ റീൽസ് വൈറലായിരുന്നു. ഇത് ജനങ്ങൾ ഏറ്റെടുത്തതോടെയാണ് ഇത്തവണയും റീൽസ് ഇറക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു. കവിത സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ എഴുതും. 10ാം ക്ലാസ് മുതൽ തന്നെ നന്നായി കവിത എഴുത്തുണ്ട്. പിന്നെ വെള്ളി +2 അവിടെ മുതലും അവർ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ കവിത എഴുതലുണ്ട്. കഴിഞ്ഞ വർഷവും തൂതപ്പൂരത്തെ പറ്റിയിട്ട് എഴുതിയിരുന്നു. ജനങ്ങൾ ചെറുപ്പശ്ശേരി നിവാസികളും എല്ലാവരും അത് നന്നായിട്ട് ആ പാട്ട് ഏറ്റെടുത്തു. അപ്പോൾ ഈ പൂരം വന്നപ്പോൾ നമുക്ക് എഴുത്ത് ചിലപ്പോൾ പ്രതീക്ഷിക്കാതെ വരുന്നതാണ്. ഈ തൂതപ്പൂരത്തിനും എഴുതണമെന്ന് തോന്നി. അപ്പോൾ വരികൾ പ്രതീക്ഷിക്കാതെ തന്നെ നമുക്കുണ്ടായി. അപ്പോൾ നന്നായിട്ട് തന്നെ ആളുകളിപ്പോൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. 1 ലക്ഷത്തോളം ആളുകൾ കണ്ടു കഴിഞ്ഞു. ഡ്യൂട്ടിയുടെ ഇടയിലാണ് അധികം എഴുത്ത്. ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ എഴുതും. അതുപോലെ പരിമിതികളുണ്ട്, ചില ഡ്യൂട്ടി സമയത്ത് പരിമിതികളുണ്ട്, എങ്കിലും ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലാണ് എഴുത്ത്. കാരണവന്മാർ ചൊല്ലി അടയ്ക്കയായാൽ വയ്ക്കാൻ മടിയിൽ, കവുങ്ങായാലോ ചൊല്ലു പടർന്നു, മടിയിലെ അടയ്ക്ക വീണുപോയത് കാരണവർ അറിഞ്ഞില്ല. ഊന്നുവടി താൻ നട്ട വിത്ത് തളിർത്ത് ചെടിയായി വളർന്നപ്പോൾ അയാൾ തൻ്റെ ഊന്നുവടി വലിച്ചെറിഞ്ഞു. ഒടുവിൽ വലിച്ചെറിഞ്ഞ ഊന്നുവടിക്ക് വേണ്ടി തിരച്ചിൽ തുടങ്ങി. ജോലി തിരക്കിനിടയിലും കിട്ടുന്ന ചെറിയ സമയങ്ങളിലാണ് കാക്കിക്കുള്ളിലെ ഈ കലാകാരൻ തൻ്റെ ചെറുകവിതകൾ കുറിച്ചിടുന്നത്. ചെറുതും വലുതുമായി ഇതിനകം 100-ലധികം കവിതകളും പാട്ടുകളും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ ഇത് സുഹൃത്തുക്കൾക്കും മറ്റും പങ്കുവയ്ക്കും. ആനുകാലിക വിഷയങ്ങളും അനുഭവങ്ങളുമെല്ലാം ഇത്തരത്തിൽ തൂലികയിൽ കവിതകളായി പിറവിയെടുക്കുന്നു. ഇതുവരെ എഴുതിയ കവിതകളും പാട്ടുകളുമെല്ലാം ചേർത്ത് ഒരു പുസ്തകം പുറത്തിറക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ പോലീസുകാരൻ. മെയ് വഴക്കത്തിന്റെ വിസ്മയം തീർത്ത് അക്രോബാറ്റിക് നൃത്തം. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് മലപ്പുറം കോട്ടക്കുന്നിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ 5ാം ദിനത്തിലാണ് പെൺകുട്ടികളുടെ അക്രോബാറ്റിക് ആൻഡ് ഫയർ ഡാൻസ് അവതരിപ്പിച്ചത്. ಧರಿಸಿದ ಪರಮ ವೈಷ್ಣವನು ಗರುಡ ಗಮನ ನಮ್ಮ ಪುರಂದರ ವಿಠಲನ ಬೇಡ. 12 പേരടങ്ങുന്ന കണ്ണൂർ സ്കോർപിയൻസ് അക്രോബാറ്റിക് ഫയർ ഡാൻസ് കമ്പനിയിലെ താരങ്ങൾ അരങ്ങിൽ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെച്ചു. അക്രോബാറ്റിക് ഡാൻസ്, ഫയർ ഡാൻസ്, ഏരിയൽ റിംഗ് ഡാൻസ്, ഫ്രീ സ്റ്റൈൽ, വിളക്ക് വിത്ത് ഫ്യൂഷൻ, ബോളിവുഡ് ഡാൻസ്, 2 ഫേസ് ഡാൻസ്, ബീറ്റ് ബോക്സ് തുടങ്ങിയ പ്രകടനങ്ങൾ എൻ്റെ കേരളം വേദിയിൽ പുത്തനനുഭവമായി.
2018 ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്, ഫിലിം സിറ്റി അവാർഡ്, പ്രേം നസീർ അവാർഡ്, KP ഉമ്മർ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ഇവർ ചാനൽ റിയാലിറ്റി ഷോകളിലും മാസ്മരിക നൃത്തച്ചുവടുകളോടെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. മുളയൻകാവ് കിഴക്കേ ഗോപുരനടയിൽ MLA ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് പ്രകാശപൂരിതമായി. മുഹമ്മദ് മുഹസിൻ MLA ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. മുളയൻകാവ് ദേവസ്വത്തിന്റെ നിരന്തരമായ ആവശ്യം പരിഗണിച്ചാണ് കിഴക്കേ ഗോപുരനടയിൽ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ച് കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത്. കാളവേലയ്ക്ക് മുന്നോടിയായി തന്നെ ലൈറ്റ് പ്രകാശപൂരിതമായി. ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. മെമ്പറുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ ശ്രമങ്ങൾ നടത്തിയപ്പോൾ അതിന് പെർമിഷൻ കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്തു. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ മുളയങ്കാവ് ടൗൺ നവീകരണമാണ്. 1 കോടി രൂപ അതിനുവേണ്ടി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നവീകരിക്കുമ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിനും മുളയങ്കാവ് അങ്ങാടിയുടെ പുരോഗതിക്കും ഒക്കെ വലിയ സംഭാവന ചെയ്യാൻ അതിന് കഴിയും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ വർഷം തന്നെ അത് ആരംഭിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇത് ഈ ക്ഷേത്രത്തിന്, ഈ നാട്ടിന്, ഈ നാട്ടുകാർക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മിനിമാസ്റ്റ് ലൈറ്റ് MLA ഫണ്ടിൽ അനുവദിച്ചത് സമർപ്പിച്ചതായി അറിയിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് അംഗം ബാലഗംഗാധരൻ അധ്യക്ഷനായി. CPM ഏരിയ കമ്മിറ്റി അംഗം MM വിനോദ് കുമാർ, ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ R രത്നേഷ്, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ A രാജേഷ്, മുൻ ചെയർമാൻ C രാജൻ, മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തൂതപൂരാഘോഷത്തിന് നാലാലംകുന്ന് വരെ വെളിച്ച സൗകര്യം ഉറപ്പുവരുത്തി BJP വാർഡ് കമ്മിറ്റി. കാളവേല പൂരത്തിന്റെ ഭാഗമായി പലയിടങ്ങളിലും മണിക്കൂറുകളോളം വൈദ്യുതി ലൈൻ ഓഫ് ചെയ്യേണ്ടി വരാറുണ്ട്. ഈ ഭാഗങ്ങളിൽ തൂത കാളവേല പൂരത്തോടനുബന്ധിച്ച് നാലാലുംകുന്ന് ഹോമിയോ വരെ 1 കിലോമീറ്റർ ദൂരമാണ് കാളവേല പൂരം ദിവസങ്ങളിലേക്ക് വേണ്ടി BJP ജനറേറ്റർ ഉപയോഗിച്ചുള്ള പ്രത്യേക വെളിച്ച സൗകര്യമൊരുക്കിയത്. വാർഡ് കൗൺസിലർ N കവിത സ്വിച്ച് ഓൺ ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. തൂത കാളവേല പൂരത്തിന്റെ ഭാഗമായി പലയിടങ്ങളിലും മണിക്കൂറുകളോളം വൈദ്യുതി ലൈൻ ഓഫ് ചെയ്യേണ്ടി വരാറുള്ളതിനാൽ രാത്രി ഏറെ വൈകിയും പല പ്രദേശങ്ങളിലും വൈദ്യുതി വിതരണം തടസ്സപ്പെടാറുണ്ട്. അമ്പലത്തിലേക്ക് ആയിരക്കണക്കിന് ജനങ്ങൾ വരുന്ന പ്രധാന റോഡായ നാലാലുംകുന്ന് മുതൽ തൂത ഭാഗത്തുണ്ടാകുന്ന ഇരുട്ട് പരിഹരിച്ച് ആളുകളുടെ പ്രയാസം കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യം. മുൻ കൗൺസിലർ P ജയൻ ചടങ്ങിൽ അധ്യക്ഷനായി. പുരാഘോഷ കമ്മിറ്റി സെക്രട്ടറി PV സാജൻ, B വിഭാഗം പ്രസിഡന്റ് P പ്രതീഷ്, ഏരിയ ജനറൽ സെക്രട്ടറി K വിനീഷ്, P ജയപ്രകാശ്, V കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു. മറ്റ് വിശിഷ്ട വ്യക്തികളും സന്നിഹിതരായി. ചുട്ടുപൊള്ളുന്ന വെയിലിലും കനത്ത മഴയിലും ഒറ്റപ്പാലത്തെ തിരക്കുകൾ നിയന്ത്രിക്കുന്ന ട്രാഫിക് പോലീസിന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടകൾ സമ്മാനിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫിന്റെ നേതൃത്വത്തിൽ സ്റ്റേഷനിലെത്തി കുടകൾ കൈമാറി. ജനറൽ സെക്രട്ടറി മുഹമ്മദ് സലീം, ട്രഷറർ സുരേഷ്, വൈസ് പ്രസിഡന്റ് മുജീബ്, സെക്രട്ടറി ജാസിം തുടങ്ങിയവരും പങ്കെടുത്തു. ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരളയുടെ ജില്ലാ കുടുംബസംഗമം വാണിയംകുളം PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ലെക്ചർ ഹാളിൽ വെച്ച് നടന്നു. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ P കൃഷ്ണദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കരൾ മാറ്റിവെച്ചവരുടെ സംഘടനയായ ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരളയുടെ പാലക്കാട് ജില്ലാ കുടുംബസംഗമമാണ് നടന്നത്. വാണിയംകുളം PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ലെക്ചർ ഹാളിൽ വെച്ച് നടന്ന പരിപാടി നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ P കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് C വിനോദ് കുമാർ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ വിശിഷ്ടാതിഥിയായി. ഡോക്ടർ അനുരാധ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ജീവിതശൈലി എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് എടുത്തു. ഡോക്ടർ രതീഷ് A വാസുദേവൻ, ഡോക്ടർ V അബൂബക്കർ അഹമ്മദ് എന്നിവർ സംബന്ധിച്ചു. ലിഫോക് സംസ്ഥാന ചെയർമാൻ M രാജേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി അബ്ദുൽ റഫീഖ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ PP രമേശ് വരവ് ചിലവ് കണക്കുകളും അവതരിപ്പിച്ചു. ജില്ലാ രക്ഷാധികാരി ജയപ്രകാശ്, ജോയിന്റ് സെക്രട്ടറി NM അനിൽകുമാർ, ട്രസ്റ്റ് കോർഡിനേറ്റർ MK മനോജ് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജിന പ്രസാദ് തുടങ്ങിയവരും സംസാരിച്ചു. ചടങ്ങിൽ ജില്ലയിലെ മുഴുവൻ ഡോണർമാരെയും ഉപഹാരം നൽകി ആദരിച്ചു. മലയാളത്തിന്റെ പ്രിയതാരം ബിബിൻ ജോർജിനെ നായകനാക്കി ഷാനു കാക്കൂർ, ഷാഫി എപ്പിക്കാട് എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്യുന്ന കൂടൽ എന്ന ചിത്രത്തിലെ ആദ്യ ഗാനം പുറത്തിറങ്ങി. പെരിന്തൽമണ്ണയിൽ നടന്ന ചടങ്ങിൽ ഗാനം റിലീസ് ചെയ്തു. ക്യാമ്പിങ്ങിന്റെ പശ്ചാത്തലത്തിൽ മലയാളത്തിൽ ആദ്യമായി നിർമ്മിക്കുന്ന ചിത്രമാണ് കൂടൽ.
അന്തിമുല്ല പൂത്തേരാവിൻ ചന്തമേറയല്ലേ, മെല്ലെയൊന്ന് പുൽകാൻ വണ്ടായി കൂടെ വന്നതല്ലേ. കണ്ട നാള് തൊട്ടേ പെണ്ണെ കരളിനുള്ളിലല്ലേ, കനവിലെന്നുമെന്നും എൻ്റെ ചാരെ വന്നിടില്ലേ. അരമണി കിളുങ്ങണ പുഞ്ചിരിയാലെ കൊഞ്ചിടുന്ന പെണ്ണേ, കിലുകിലകിലുങ്ങണ കാൽക്കൊലുസാലെ കള്ളനോട്ടമെന്തേ. അരമണി കിളുങ്ങണ പുഞ്ചിരിയാലെ കൊഞ്ചിടുന്ന പെണ്ണേ, കിലുകിലകിലുങ്ങണ കാൽക്കൊലുസാലെ കള്ളനോട്ടമെന്തേ. വെടിക്കെട്ട് എന്ന ചിത്രത്തിലെ ഗാനങ്ങളിലൂടെ ശ്രദ്ധേയനായ ഷിബു പുലർക്കാഴ്ചയും ഒ.യു. ബഷീറും ചേർന്നാണ് കൂടൽ എന്ന സിനിമയിലെ ഗാനങ്ങൾ എഴുതിയത്. സിബു സുകുമാരൻ സംഗീതം നൽകി ബിബിൻ ജോർജ് ആലപിച്ച അന്തിമുല്ലപൂത്തെ രാവിൻ ചന്തമേറയല്ലേ എന്ന് തുടങ്ങുന്ന മനോഹര ഗാനം കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ നടന്ന ചടങ്ങിൽ റിലീസ് ചെയ്തു. ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനുമായ സമദ് മങ്കട ഗാനത്തിൻ്റെ ഔദ്യോഗിക പ്രകാശനം നിർവഹിച്ചു. ഖത്തറിലെ മീഡിയ ഗ്രൂപ്പായ 121 മീഡിയയാണ് ചിത്രത്തിലെ ഗാനങ്ങളുടെ ഓഡിയോ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. 8 ഗാനങ്ങൾ ചിത്രത്തിലുണ്ട്. സിനിമയിലെ താരങ്ങൾ, അണിയറ പ്രവർത്തകർ, കലാസാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. ക്യാമ്പിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ മലയാളത്തിൽ ഒരുങ്ങുന്ന ചിത്രമാണ് കൂടൽ. ബിബിൻ ജോർജിന് പുറമെ മറീന മൈക്കിൾ, നിയ വർഗീസ്, അനു സിത്താരയുടെ സഹോദരി അനു സോനാര, റിയ ഇഷ, തമിഴ് സംവിധായകൻ കാർത്തിക് സുബ്രാജിൻ്റെ പിതാവ് ഗജരാജ്, വിജിലേഷ്, വിനീത് തട്ടിൽ, വിജയകൃഷ്ണൻ, കെവിൻ, റാഫി ചക്കപ്പഴം, അഖിൽ ഷാ, സാംജീവൻ, അലി അരങ്ങാടത്ത്, ലാലി മരക്കാർ, സ്നേഹ വിജയൻ, അർച്ചന രഞ്ജിത്ത്, ദാസൻ കോഴിക്കോട് തുടങ്ങി റീൽസ്, സോഷ്യൽ മീഡിയ താരങ്ങളും നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിലുണ്ട്. സജീർ പപ്പയാണ് ഛായാഗ്രഹണം നിർവഹിച്ചത്. ചിത്രത്തിലെ മറ്റു ഗാനങ്ങളും ഉടൻ പുറത്തിറക്കും. 2 ദിവസമായി നടന്ന CPI അലനല്ലൂർ ലോക്കൽ സമ്മേളനം സമാപിച്ചു. സെക്രട്ടറിയായി അബ്ദുൽ സലാമിനെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. ദേശീയപാതയുടെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയായതു മുതൽ കോഴിക്കോട് മണ്ണാർക്കാട് വരെയുള്ള ഭാഗത്ത് എവിടെയും പ്രവർത്തനസജ്ജമായ വേഗതാ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. ഡ്രൈവർമാർക്ക് ഇഷ്ടവേഗതയിൽ വാഹനം ഓടിക്കാവുന്ന രീതിയിലാണ് ദേശീയപാതയിലുള്ളത്. 55 മൈൽ മേലെ കൊടക്കാട് ഭാഗത്തുണ്ടായിരുന്ന ക്യാമറകൾ ദേശീയപാത നവീകരണ സമയത്ത് നശിച്ചു. താഴെക്കുട അമ്മനിക്കാട് ഭാഗത്തുള്ള ക്യാമറയും പ്രവർത്തിക്കുന്നില്ലെന്നാണ് വിവരം. വാഹനങ്ങളുടെ മരണപ്പാച്ചിൽ ദേശീയപാതയിൽ നിത്യ അപകടത്തിന് കാരണമാകുന്നുണ്ടെന്ന് സമീപവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു. ക്യാമറകളുടെ പ്രവർത്തനം നിലച്ചു. എന്നാൽ വാഹനങ്ങളുടെ മരണപ്പാച്ചിൽ തടയാൻ പോലീസിൻ്റെ നിരീക്ഷണവും കാര്യക്ഷമമല്ല. നിലവിലുണ്ടായിരുന്ന ക്യാമറകൾ നന്നാക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നുമില്ല. വാണിജ്യ വാർത്തകൾ. സെയിൻ ഐ ഹോസ്പിറ്റലിൻ്റെ 3ാമത് സംരംഭം കടമ്പഴിപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ സംരംഭം ഉദ്ഘാടനം ചെയ്തു. കെ പ്രേംകുമാർ MLA മുഖ്യ അതിഥിയായിരുന്നു. ൽ ചെർപ്പളശ്ശേരിയിൽ ഐ ക്ലിനിക്കിലൂടെ സേവനമാരംഭിച്ച സയൻസ് ഗ്രൂപ്പിൻ്റെ 3ാമത് സംരംഭമാണ് കടമ്പഴിപ്പുറത്ത് മിഴി തുറന്നത്. കടമ്പഴിപ്പുറം ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ച സയൻസ് ഐ ഹോസ്പിറ്റൽ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സെയിൻ ഐ ഹോസ്പിറ്റൽ കടമ്പഴിപ്പുറം ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആരോഗ്യരംഗത്ത് പ്രത്യേകിച്ച് കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് ഉള്ള ചികിത്സ തേടി വരാവുന്ന നല്ലൊരു ഹോസ്പിറ്റലാണ് കടമ്പഴിപ്പുറത്ത് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. എല്ലാ ആളുകൾക്കും ചികിത്സ തേടി വരുന്ന ആളുകൾക്കൊക്കെ നാഥൻ ശിഫ നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എല്ലാവിധ വിജയാശംസ നേരുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. കെ പ്രേംകുമാർ MLA ചടങ്ങിൽ മുഖ്യാതിഥിയായി. സെയിൻ ഒപ്റ്റിക്കൽസിൻ്റെ 3ാമത് ശാഖ ഇന്ന് വളർന്നു വരുന്ന പട്ടണമായിട്ടുള്ള കടമ്പഴിപ്പുറത്ത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഏറ്റവും വിശ്വാസ്യത പുലർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് മികച്ച സേവനം നൽകി മുന്നോട്ട് പോകാൻ സെയിൻ ഒപ്റ്റിക്കൽസിന് സാധിക്കട്ടെ.
മഞ്ചക്കല്ലിൽ സർജറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നടത്താനുള്ള ഒരു സ്ഥാപനമായിട്ടാണ് സെയിൻ ഒപ്റ്റിക്കൽസ് കണ്ണാശുപത്രി പ്രവർത്തിക്കുന്നത്. ഒറ്റപ്പാലത്തും സെയിൻ ഒപ്റ്റിക്കൽസിന് ബ്രാഞ്ചുണ്ട്. അവിടെയും വിപുലപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ട്. കടമ്പഴിപ്പുറത്തുള്ള ഈ സ്ഥാപനം നല്ല നിലയിൽ ജനങ്ങൾക്ക് എല്ലാ നിലയിലും മികച്ച സേവനം നൽകി പ്രവർത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാർക്കും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർക്കുമെല്ലാം പ്രത്യേകമായിട്ടുള്ള ആശംസകൾ MLA എന്ന നിലയിൽ നേരുകയും ചെയ്യുന്നു. ആദ്യ വിൽപ്പന റഷീദ് അലി ശിഹാബ് തങ്ങൾ അബ്ദുൽ സുൽത്താൻ നൽകി നിർവഹിച്ചു. ദേശത്തെ പാരമ്പര്യ വൈദ്യർ ഗോപാലകൃഷ്ണനെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇന്റർനാഷണൽ നഴ്സസ് ഡേയുടെ ഭാഗമായി കടമ്പഴിപ്പുറം ഹെൽത്ത് സെന്ററിലെ 23 നഴ്സുമാരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് മൊമന്റോ നൽകി ആദരിച്ചു. മുഹമ്മദ് അലി ആദവനാട്, ഇബ്രാഹിം വഹബി തോണിപ്പാടം, കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ, വാർഡ് മെമ്പർ സുനിത, സെയിൻസ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഹിദായത്തുള്ള, മാനേജിംഗ് ഡയറക്ടർ ഹബീബുള്ള, ജനറൽ മാനേജർ റിഷാദ്, അഡ്മിൻ മാനേജർ അനീഖ് അബ്ദലി, ബ്രാഞ്ച് മാനേജർ നാസർ ബാവ, മാർക്കറ്റിംഗ് മാനേജർ അസ്ലഹ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇതിനകം തന്നെ നേത്രചികിത്സാ രംഗത്ത് വിശ്വസ്ത നാമമായി മാറിയ സെയിൻസ് നിരവധി ആളുകളുടെ ജീവിതത്തിൽ പുതുവെളിച്ചം പകർന്ന സ്ഥാപനമാണ്. അത്യാധുനിക സംവിധാനങ്ങളും മികച്ച ഡോക്ടർമാരുടെ സേവനവുമായാണ് കടമ്പഴിപ്പുറത്തും സെയിൻ എത്തിയിട്ടുള്ളത്. ക്ലിനിക്, ഒപ്റ്റിക്കൽസ്, ഫാർമസി സൗകര്യങ്ങളും സെയിൻസിനുണ്ട്. സമൂഹത്തിലെ എല്ലാ തട്ടിലുള്ള ആളുകൾക്കും നേത്രചികിത്സാ രംഗത്തെ ഒരു വിശ്വസ്ത നാമമായി സെയിൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 7 വർഷത്തെ പ്രവർത്തന മികവിൽ ചെർപ്പുളശ്ശേരിയിലെ 2 ബ്രാഞ്ചിൽ നിന്നും തുടങ്ങി ഞങ്ങൾ കടമ്പഴിപ്പുറത്ത് 3ാമത്തെ ബ്രാഞ്ച് ഇന്ന് പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങളുടെയും ബഹുമാനപ്പെട്ട ഒറ്റപ്പാലം MLA പ്രേംകുമാർ അവരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഈ ഉദ്ഘാടനം പ്രമാണിച്ചിട്ട് നമുക്ക് മെയ് മാസം 30-ാം തീയതി വരെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഫീസ് ഫ്രീ ആയി കൊടുക്കുന്നതായിട്ടാണ് നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇനി നേത്ര ചികിത്സാ രംഗത്തെ മികച്ച സേവനങ്ങൾക്കായി നിങ്ങൾക്ക് സെയിൻസിനെ സമീപിക്കാവുന്നതാണ്. ഒരു പ്രൊഫഷണൽ ഐ കെയർ നോക്കുന്ന എല്ലാ ആളുകൾക്കും സെയിൻസ് ഐ ഹോസ്പിറ്റലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞങ്ങളുടെ പ്രത്യേകതകൾ ഇവിടെ നമുക്ക് തിമിര ശസ്ത്രക്രിയ ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തിമിരത്തിൻ്റെ ശസ്ത്രക്രിയ നമ്മളുടെ ചെർപ്പുളശ്ശേരിയിലുള്ള മഞ്ചക്കലുള്ള ബ്രാഞ്ചിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒപ്റ്റിക്കൽസ്, ഫാർമസി പോലെയുള്ള ജനറൽ ഒഫ്താൽമോളജി ഇവിടെ എല്ലാതും ഇവിടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. സെയിൻസ് ഒരു കാറ്ററാക്ട് സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തിമിര ശസ്ത്രക്രിയ രംഗത്ത് 25 വർഷത്തെ സേവന മികവുള്ള പ്രവൃത്തി പരിചയമുള്ള ചെന്നൈ അഗർവാൾ ഐ ഹോസ്പിറ്റലിൽ നിന്ന് ഫെലോഷിപ്പ് നേടിയ ഡോക്ടർ അനൂപ് മേനോന്റെ നേതൃത്വത്തിലാണ് സെയിൻസ് ഐ ഹോസ്പിറ്റൽ തിമിര ശസ്ത്രക്രിയക്ക് നേതൃത്വം കൊടുക്കുന്നത്. മാത്രവുമല്ല ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയായ അമേരിക്കൻ ടെക്നോളജിയായ ആൽക്കോണ്ട മെഷീനാണ് നമ്മൾ തിമിര ശസ്ത്രക്രിയക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ സർജറിയിലുള്ള എക്സ്പെർട്ടൈസ് ആണെങ്കിലും ടെക്നോളജി ആണെങ്കിലും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ക്യാഷ്ലെസ് ഇൻഷുറൻസ് സേവനങ്ങളും സെയിൻസിൽ നിന്ന് അവൈലബിൾ ആണ്. മെഡിസപ്പ്, മെഡിഅസിസ്റ്റ്, എറിക്സൺ, സ്റ്റാർ ഹെൽത്ത് ഒക്കെ പോലെയുള്ള 12-ലധികം ഇൻഷുറൻസ് സേവനങ്ങൾ സെയിൻസിൽ നിന്ന് അവൈലബിൾ ആണ്. ചെർപ്പുളശ്ശേരി ടൗണിലും മഞ്ചക്കല്ലിലും നിലവിൽ സെയിൻസ് ഐ ക്ലിനിക്, ഐ ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒറ്റപ്പാലത്തും അടുത്തതായി സെയിൻസ് ഐ ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. തൂതപ്പൂരത്തിന് കുടുംബത്തോടൊപ്പം കച്ചവടത്തിനെത്തിയ പെൺകുട്ടി പുഴയിൽ മുങ്ങി മരിച്ചു. പഴനി സ്വദേശികളുടെ 12 വയസ്സുകാരിയാണ് മരിച്ചത്. വർണ്ണക്കാഴ്ചകൾ ഒരുക്കി തൂതപ്പൂരത്തിന് A-B വിഭാഗങ്ങളുടെ ആനച്ചമയ പ്രദർശനം. മുളയങ്കാവിലും തൂതയിലും കാളവേല ആഘോഷിച്ചു. ചൊവ്വാഴ്ച പൂരാഘോഷം. വൻതുക വാടക കുടിശ്ശിക വരുത്തിയവർക്കെതിരെ മണ്ണാർക്കാട് നഗരസഭ ജപ്തി നടപടി സ്വീകരിക്കും. 20 ലക്ഷത്തിന് മുകളിൽ കുടിശ്ശികയുള്ളവർക്കെതിരെ ആദ്യം നടപടിയെടുക്കാൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. ക്രിസ്ത്യൻ സംസ്കാരം സ്നേഹവും സഹോദര്യവുമാണെന്ന് പാലക്കാട് രൂപതാ അധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ.
തൂതയിൽ 1000 പേരെ പങ്കെടുപ്പിച്ച് മെക്സ് മെഗാ വ്യായാമ സംഗമം ഡോക്ടർ പി സലാഹുദ്ദീൻ നേതൃത്വം നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.